മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് കേസിൽ നടന്ന നിർമ്മാതാവായ സൗബിൻ ഷാഹിർ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തുവന്നതാണ്. അന്വേഷണം തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് അഭിഭാഷകനൊപ്പം സൗബിൻ ഹാജരായത്. സൗബിനൊപ്പം സിനിമയുടെ മറ്റ് നിർമ്മാതാക്കളായ ബാബു ഷഹീർ, ഷോൺ ആന്റണി എന്നിവരും എത്തിയിട്ടുണ്ട്. സ്നേഹ മോളിനാൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സ്നേഹ, വളരെ കൃത്യമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. പണം വാങ്ങുന്നു, ലാഭവിഹിതം ഇത്ര തരാമെന്ന് പറയുന്നു, പക്ഷേ ആ പണം തരാതിരിക്കുന്നു. അങ്ങനെയാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്നാണ് പരാതിക്കാരൻ്റെ വാദം. ഇത്രയും വലിയ കോടികൾ ലാഭം, മുടക്കുമുതലിൻ്റെ എത്രയോ ഇരട്ടി ലാഭം കിട്ടിയ ഒരു സിനിമയാണ്. ഇങ്ങനെയൊരു സാമ്പത്തിക തിരിമറികൾ ഉണ്ടാകാനേ പാടില്ലായിരുന്നു. ഇതിപ്പോൾ എന്താണ് സൗബിൻ്റെ അടക്കമുള്ള വാദം? ഈ പരാതിക്കാരൻ കൂടുതൽ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഈ വിഷയം? ഡിവിഷൻ നിലവിൽ നമുക്ക് പ്രതികരണമൊന്നും ലഭ്യമായിട്ടില്ല. ഏതായാലും മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 3 പ്രതികളും സൗബിൻ ഷാഹിർ, സൗബിൻ്റെ പിതാവും അതുപോലെ തന്നെ സഹനിർമ്മാതാവുമായ ബാബു ഷാഹിർ, മറ്റ് നിർമ്മാതാവായ ഷോൺ ആന്റണി തുടങ്ങിയവർ അല്പസമയം മുമ്പാണ് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്. നിലവിൽ മരട് പോലീസ് CI സ്ഥലത്ത് ഇല്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ കൊച്ചിയിലുണ്ട്. വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്ക് ശേഷമായിരിക്കും CI എത്തുക. തുടർന്ന് ചോദ്യം ചെയ്യലൊക്കെ തന്നെയും നടക്കുക. ഏതായാലും സിനിമയുമായി ബന്ധപ്പെട്ട് 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് അരൂർ സ്വദേശിയായ സിറാജിൻ്റെ കയ്യിൽ നിന്നും 7 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഇതേ തുടർന്ന് ഈ പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ പ്രതികളുടെ ഈ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ഉണ്ടായത്. ശേഷമാണ് കോടതി ഈ 3 പ്രതികൾക്കും ജാമ്യം നൽകിയത്. ജാമ്യം നൽകിക്കൊണ്ട് ഈ പ്രതികളോട് ഈ ചോദ്യം ചെയ്യലിന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിക്കുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി പറഞ്ഞിരുന്നു. മറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി അറസ്റ്റ് രേഖപ്പെടുത്തിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ വിട്ടയക്കണമെന്നുമുള്ള കോടതി നിർദ്ദേശവുമുണ്ട്. ഏതായാലും ഈ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്ന് കാണിച്ചാണ് ഈ പരാതിക്കാരൻ്റെ കയ്യിൽ നിന്നും 7 കോടി രൂപയോളം തട്ടിയെടുത്തത് എന്നാണ് കേസ്. അതിന് വ്യക്തമായ തെളിവും ഉണ്ടെന്ന് പറയുന്നു. മറുഭാഗത്ത് ഈ പ്രതികളുടെ ഭാഗത്തെന്ന് പറയുന്ന കാര്യമെന്ന് പറയുന്നത് കൃത്യസമയത്ത് ഈ സിറാജ് ഈ പണം നൽകാതിരുന്നത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ, ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വരാൻ കുറച്ച് സമയമെടുക്കും.